ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല രുചിയുള്ള ഒരു മുട്ടക്കുറുമയുടെ റെസിപ്പിയാണ്. തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർത്ത് കൊടുക്കാതെ നല്ല കട്ടിയുള്ള നല്ല കുറുന്നനെയുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു മുട്ടക്കുറുമയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല രുചിയാണ്. അപ്പത്തിലേക്കും പത്തിരിയിലേക്കും ചപ്പാത്തിയിലേക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുറുമയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൺചട്ടി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കഴുകിയിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചട്ടി ചൂടായി കിട്ടും കേട്ടോ. അതല്ലെങ്കിൽ ചട്ടി ചൂടായിട്ട് കിട്ടാനും ആ ഒരു വെള്ളം ഒന്ന് വറ്റി പോകാനൊക്കെ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കടുക് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണിനടുത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മുട്ടക്കുറുമയിലൊക്കെ ഒരുപാട് കടുക് ഉണ്ടാവുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു അല്പം മാത്രമേ കടുക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതൊന്ന് പൊട്ടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 3 മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സവോള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കറികളൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ ഉണ്ടാക്കുന്നതിലേറെ എനിക്കിഷ്ടം മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സവോളയൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. മൺചട്ടി നന്നായിട്ട് തന്നെ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സവോള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന സമയത്ത് ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളകായത് കാരണം 2 എണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഈ ഒരു സമയത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് വെച്ച ശേഷം ഈ ഒരു തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഒരു 10-12 കാഷ്യൂ നട്ട്സ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കുതിർന്നത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ വലിയ ജീരകം പൊടിച്ചത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ പൊടിച്ചതില്ലാത്തത് കാരണമാണ് ഈ ഒരു കാഷ്യൂ നട്ട്സിലേക്ക് ചേർത്ത് അരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു കാഷ്യൂ നട്ട്സ് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു കാഷ്യൂ നട്ട്സിൻ്റെ ഒരു പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വലിയ ജീരകം ഉണ്ടെങ്കിൽ പൊടിയാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം സവോള വഴറ്റാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ല കുറുന്നനെയുള്ള കറിയായിട്ട് തന്നെ നമുക്കിത് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കുറുമയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും.
ഇനി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നാലും അത് കുറച്ചും കൂടെ സമയം തിളച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഞാനിവിടെ മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 6 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മുട്ടയൊന്നും പൊട്ടാത്ത രീതിയിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ മുട്ടയിലേക്കൊക്കെ മസാലയൊക്കെ പിടിക്കും. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്